ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ അന്തകന്നരി ബീച്ചിലും അതുപോലെ തന്നെ വൈകിട്ടത്തെ ഫുഡ് ഒരു ചെറിയ റൈഡ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അന്തകന്നരി ബീച്ചിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചൊരു 3 കിലോമീറ്റർ മാത്രം അരികത്തുള്ളൊരു ബീച്ചാണ് അന്തകന്നരി ബീച്ച്. ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഏറ്റവും വടക്കേറ്റത്തുള്ള ബീച്ചാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉള്ളത്. ഞങ്ങളുടെ ഉദ്ദേശം ഇന്ന് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, വൈകിട്ട് അതിനുശേഷം ചെറിയൊരു റൈഡ്, പിന്നെ നമ്മുടെ വാക്കയിൽ പാലം കയറുക, അങ്ങനെ കറങ്ങി ഒന്ന് വരിക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ നിന്ന് പിയാട്രിസും ഷെൽനാമോളും ഉണ്ട്. രണ്ടുപേർക്കും കടലിൽ കളിക്കണം കുറച്ച് നേരം, അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയാൽ മതി എന്നുള്ളതിലാണ് വന്നിരിക്കുന്നത്. ബിയാട്രിസിന് കുറച്ച് രാവിലെ മുതൽ എന്നോട് പറയുന്നത് നമുക്ക് ബീച്ചിൽ പോകണം കേട്ടോ, ഇന്നലെയും പറഞ്ഞായിരുന്നു എന്നോട്. അപ്പം ഞാൻ വൈകിട്ട് വന്നിട്ട് രണ്ടുപേരെയും കൊണ്ടുപോകാം എന്നുള്ള നിലയിലാണ് വന്നത്. പക്ഷേ ഇവിടെ ബീച്ചിൽ വന്നതിന് ശേഷം രണ്ടുപേർക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നാത്ത വിധത്തിലുള്ള സന്തോഷമാണ് ഇവിടെ കാണുന്നത്. കാരണം ബീച്ചിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രദേശങ്ങളിൽ മിക്കവരും തന്നെ വൈകുന്നേരം നല്ല തിരക്കായിരിക്കും ഈ ബീച്ചിൽ. അപ്പോൾ ആ ബീച്ചിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് ബീച്ചിൽ നിന്ന് ഞങ്ങൾ വാക്കീൽ പാലത്തിലേക്ക് പോയത്. വാക്കീൽ പാലത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കടയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് ഞങ്ങൾ അൽഫാമാണ് കഴിച്ചത്. അൽഫാമൊക്കെ കഴിച്ചു. കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും പിന്നീട് കുറച്ച് ബിയാട്രിസിനൊക്കെ കുറച്ചുകൂടെ അവിടെ കറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇറക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നും ഞങ്ങൾ പിന്നെ പോയത് തുറവൂർ പോയി പെട്രോൾ അടിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് വരാനായിട്ടുള്ള പ്ലാനായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം, പഠിച്ചതിന് ശേഷം കിടന്നുറങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞ് കേട്ട് എവിടെ രണ്ടുപേരും നല്ല ഉറക്കത്തിലേക്കാകാൻ പോവുകയാണ്. സമയം രാത്രി 8 മണിക്ക് മുമ്പ് തന്നെ രണ്ടുപേരും നല്ല ഉറക്കത്തിലേക്കാകാനുള്ള പ്ലാനാണ്. എന്നാലും ബീച്ചിൽ പോയ കുറേ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അവർക്ക് കുറേ സംശയങ്ങളുണ്ടായി, അതൊക്കെ തീർത്തു കൊടുത്തു. ഇന്ന് വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നു. ഇനിയിപ്പോൾ രാത്രി ഞാൻ എവിടെയെങ്കിലും ഓട്ടം പോകല്ലേ എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒരു ആശങ്ക. ഞാൻ പറഞ്ഞു പപ്പ എങ്ങും പോകത്തില്ല, ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ടാകും. ഞങ്ങളങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. ഫുഡ് കഴിച്ചു, ഞങ്ങൾ കറങ്ങാൻ പോയി, ബീച്ചിൽ പോയി, അവർ പറഞ്ഞുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ പോയി വന്നു. ഇന്നത്തെ ദിവസം അവസാനിച്ചു.